ആമയൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സമയം 6 കഴിഞ്ഞിരുന്നു. ഉമ്മറത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് കോളേജിലെ 2-3 നോട്ടെടുത്ത് ആബിയുടെ വീട്ടിലേക്ക് പോയി. ഉമ്മറത്തെ തിന്നെ സ്ഥിരം കക്ഷിയുണ്ടായിരുന്നു. അമ്മച്ചി അവളെ കണ്ട് പുഞ്ചിരിച്ചു. ആദ്യമായിട്ട് ചിലപ്പോൾ നേരം വഴുകും, എന്നോട് തനിച്ചവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ അടുത്ത് തിണ്ണയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അത് നന്നായി, ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അമ്മച്ചി അവളെ നോക്കി പറഞ്ഞു, ആബി എവിടെ? അകത്തുണ്ടാവും. എന്നാൽ ഇതിവിടെ നിന്നോട്ടെ, ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. ബുക്ക് അമ്മച്ചിയുടെ അടുത്തേക്ക് വെച്ച് അവൾ അകത്തേക്ക് കയറി. അമ്മേ! ബൈബിൾ വായിച്ചിരിക്കുന്ന കത്രീനെ നോക്കി വിളിച്ചു. ആ, ഇതാര്? എത്ര നേരെ വന്നിട്ട്? ബൈബിൾ മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. ദാ വന്നതേ ഉള്ളൂ, അമ്മച്ചിയോടൊന്ന് സംസാരിച്ചു വരുന്ന വഴിയാണ്. ഞാൻ അവളെ ഒന്ന് പോയി വിളിക്കട്ടെ, കുറച്ച് നോട്ട് എഴുതാനുണ്ട്. ആമി അത് പറഞ്ഞ് തിരിഞ്ഞതും പുറകിൽ നിന്ന് കത്രീനെ അവളെ വിളിച്ചു. ആബിയുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ആമി അതിനെന്ത് മറുപടി പറയണം എന്നറിയാതെ നിന്നു. ഒന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവൾ മറുപടി പറഞ്ഞു. ഇന്നലെ ഒന്നായി അവൾക്കൊരു മാറ്റം, തൊട്ടതിനും പിടിച്ചതിനെല്ലാം ദേഷ്യം. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ ഒന്നും കഴിക്കുന്നുമില്ല, മുറിയിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഇന്നലെ പാതിരാത്രി വരെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. കാര്യം ചോദിച്ചപ്പോൾ എഴുതാനുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പെറ്റ തള്ളയല്ലേ, അത് കളവാണെന്ന് മനസ്സിലാവാൻ ഇത്തിരി നേരമൊന്നും വേണ്ട. മോൾ അവളോടൊന്ന് ചോദിക്ക്, എന്നതേലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാൻ പറ. കത്രീന അവളെ നോക്കി. അത് പറഞ്ഞ് നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് പോയി ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആമി പടികൾ ഓരോന്നായി കയറി. ആബിയിൽ നന്നായി മാറ്റം വന്നിട്ടുണ്ട് എന്ന് അവൾക്കും അറിയാം. ഒരുപാട് സംസാരിക്കുന്നതിൽ നിന്ന് മാറി ആമി പടികൾ കയറി അവളുടെ മുറിയിലേക്ക് നടന്നു. ടേബിളിൽ തല ചേർത്ത് വെച്ച് കണ്ണടച്ച് കിടക്കുകയായിരുന്നു ആബി. അടുത്തന്നെ ഫോണിൽ ആൽബിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്ന് നീരുറവ് പൊട്ടി ഒലിക്കുന്നുണ്ട്. ആബി! ആമി അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ആമിയുടെ ശബ്ദം കേട്ട് ആബി ഞെട്ടി കണ്ണു തുറന്നു. കണ്ണുകൾ തുടച്ച് അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്തു പറ്റിയടി? നമ്മളെല്ലാം തീരുമാനിച്ചതല്ലേ? ആൽബിച്ചൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ആ ഇഷ്ടം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു താൽക്കാലിക അഭിനയം മാത്രമാണ് ഈ ഒരു അവഗണന. ഇതിൽ നമ്മൾ ജയിക്കും. നീ ഇങ്ങനെ കരഞ്ഞിരിക്കല്ലേ? ശരിയാ പറഞ്ഞ്. പക്ഷെ നിനക്കറിയോ, ഇച്ചാൻ്റെ 2 ചീത്തെങ്കിലും കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല. 2 പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് രാത്രി എന്നും വിളിക്കും. 2 കേൾക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. പക്ഷെ ഇപ്പോൾ ആ ശബ്ദം ഒന്നും കേൾക്കാതെ എനിക്ക് പറ്റുന്നില്ലടി. നിറഞ്ഞ കണ്ണുകൾ കാണാതിരിക്കാൻ അവൾ തലതായി തിരുന്നു. നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. വെറുതെ എല്ലാവരെയും മറിച്ച് പ്രശ്നമാക്കരുത്. നീ വാ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എഴുതിയ നോട്ടൊക്കെ എത്താം, എന്നിട്ട് താഴെ ഉമ്മറത്തിരിക്കാം. ഞാനില്ല, എനിക്കങ്ങും വയ്യ. ആബി വിസമ്മതിച്ച് നിന്നപ്പോൾ ആമി അവളെ നിർബന്ധിച്ച് താഴേക്ക് കൊണ്ടുപോയി. ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് നോട്ട് എഴുതിയായിരുന്നു. ആബി ഏതോ സ്ഥലത്തേക്ക് എണ്ണവണ്ണം നോക്കിയിരിക്കുകയാണ്. കയ്യിലെ ഫോൺ പിടിച്ച് കറക്കി താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ആമിയുടെ നേരെ നോക്കി. നിനക്ക് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ ഫീലായോടി? ആമി ബുക്കിൽ നിന്ന് തലയുർത്തി സംശയത്തോടെ നോക്കി. അല്ല, ഞാനിന്ന് ഇയാളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഇല്ലടി, അന്നേരം ഇത്തിരി ദേഷ്യം വന്നു. നിങ്ങളെ സംസാരിക്കുക കേട്ടപ്പോൾ എൻ്റെ ഭാഗത്ത് നിൽക്കാത്ത പോലെ തോന്നി, അത്രേ ഉള്ളൂ. അതൊക്കെ അപ്പം തന്നെ മാറിയടി. ആമി അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഒരു പുഞ്ചിരി സമ്മാനിച്ച് ആബി ഫോണിലെ ആൽബിയുടെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. ആമി ബുക്കിലേക്കും. നേരം ഒത്തിരി വൈകി. ആദ്യം തിരിച്ചു വരുന്നത് കാണുന്നില്ല. ആമി ഉമ്മറത്ത് അവരുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. എൻ്റെ ആമി, നീ പോയി കിടന്നോ? ആദ്യം വന്ന് അവൻ കിടന്നോളൂ. അമ്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇല്ലമ്മേ, ആദ്യമായിട്ട് ഇപ്പോൾ മെസ്സേജ് ഇട്ടു, വേഗം വരാമെന്ന്. ആമി അത് പറഞ്ഞ് തിണ്ണയിലിരുന്നു. നേരം കടന്നുപോയി. ആദിയുടെ കാർ ഗേറ്റ് കടന്നു. ആമി അവിടെ ഇല്ല എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് വേഗം തന്നെ ആബിയുടെ വീട്ടിലേക്ക് നടന്നു. ഉമ്മറത്ത് അമ്മച്ചിയുടെ മടിയിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ചുരുണ്ട് കിടക്കുന്നവളെ കണ്ട് അവൻ അതിയായ വാത്സല്യം തോന്നി. എൻ്റെ പൊന്നു മോനെ, ഒന്നുകിൽ നീ നേരത്തെ വരണം, അല്ലെങ്കിൽ ഇപ്പോൾ വരുമെന്ന് പറയാതെ നിൽക്കണം. ഇത് നീ വന്നിട്ട് ഉറങ്ങുമെന്ന് പറഞ്ഞ് ഇവിടെ ഉറക്കവും കളഞ്ഞ് നീരിക്കുമായിരുന്നു. വെറുതെ എൻ്റെ മടിയിൽ കിടന്നതാ. കഥയൊക്കെ കേട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മൂളരയ്ക്ക് നിന്നത്. പെണ്ണ് ഉറങ്ങിപ്പോയി. അമ്മച്ചി അവളുടെ തലയിൽ തലോടി. ഞാൻ എപ്പോഴും ഇറങ്ങിയതാ, പക്ഷെ പെട്ടെന്നൊരാൾ കാണാൻ വന്നു, അതുകൊണ്ട് വൈകിപ്പോയി. ആദ്യം അത് പറഞ്ഞ് ഉമ്മറത്തേക്ക് കയറി. കഴിക്കാനൊന്നും കൂട്ടാക്കിയില്ല. നീ കഴിക്കാതെ വരായിരിക്കുമെന്ന് പറഞ്ഞു. നീ കഴിച്ചെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഒന്ന് കഴിക്കാൻ സമ്മതിച്ചത്. അമ്മച്ചി പറയുന്നത് കേട്ട് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആമിയെ തട്ടി വിളിച്ചു. ആമി, ഡി എഴുന്നേൽക്ക്, ദാ വീട്ടിൽ പോകണ്ടേ, ഡി എഴുന്നേൽക്ക്. ആമി! ഒരുപാട് വട്ടത്തെ ശ്രമത്തിനൊടുവിൽ അവൾ കണ്ണു തുറന്നു. ആദ്യമായിട്ട് വന്നോ? കണ്ണ് തിരുമ്മിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. നമുക്ക് പോകണ്ടേ? ആദ്യ ചോദിച്ചു കേട്ട് അവൾ തലയാട്ടി. എന്നാ വാ. ആമി തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു അവൻ്റെ അടുത്തേക്ക് നിന്നു.
അമ്മച്ചി ഞങ്ങൾ പോട്ടെ? ആദ്യം അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ തലയാട്ടി സമ്മതിച്ചു. അതിനെ പിടിച്ചോ മോനെ, അല്ലെങ്കിൽ അവിടെ വീണു പോവും. ആമിയുടെ ഉറക്കം തൂങ്ങിയുള്ള നിൽപ്പ് കണ്ട് അമ്മച്ചി ചിരിയോടെ പറഞ്ഞു. ആദ്യം അവളെ നോക്കി ചിരിച്ച് ആമിയെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. വാതിൽ തുറന്ന് രണ്ടുപേരും അകത്തേക്ക് കയറി. ആദ്യമായിട്ട് എന്താ വൈകിയത്? ഒരു കേസിൻ്റെ പുറകെയാണ്. വല്ലാത്തൊരു പണിയാണത്. എന്ത് കേസ്? ഡ്രഗ്സാണ്. പിടുത്തം കിട്ടിയിട്ടില്ല. ചെറിയ ചെറിയ സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആമി അവൻ പറയുന്നത് കേട്ട് നിന്നു. നീ പോയി കിടന്നോ? ആദ്യം ആമിയെ നോക്കി പറഞ്ഞു. അവൾ തലയാട്ടി സമ്മതിച്ചു. മുകളിലെ പടി കയറി. നിനക്ക് നിന്റെ കോളേജിലെ സച്ചിൻ അറിയോ? സച്ചിൻ എന്ന് കേട്ടതും അവളുടെ ഉള്ളൊന്ന് കാളി. ആമി തിരിഞ്ഞ് ആദ്യയെ നോക്കി. ഇന്ന് നടന്നത് അവൻ അറിഞ്ഞു എന്ന് അവളുടെ ഉള്ളിൽ ചെറിയൊരു ഭയം പൊട്ടിമുളച്ചു. നിന്റെ സീനിയറാണ്, അറിയോ നിനക്ക്? ആമി ഒന്നും പറയാത്ത കണ്ട് ആദ്യം ഒന്നുകൂടെ ചോദിച്ചു. ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ആമി ഉഴപ്പമട്ടിൽ പറഞ്ഞു. പരിചയമൊന്നുമില്ലല്ലോ? ഇല്ല, എന്തേ? ആമി ഉള്ളിലെ ആദ്യം മുഖത്ത് കാണിക്കാതെ പറഞ്ഞു. ഒന്നുമില്ല, നീ പൊക്കോ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആദ്യം യൂണിഫോമിൻ്റെ ഷർട്ട് അയച്ചുകൊണ്ട് പറഞ്ഞു. ആമി വേഗം പടികൾ കയറി റൂമിലേക്ക് പോയി. ആദ്യം ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് വിളിച്ചു. അവൾക്ക് പരിചയമില്ലെന്ന്. നമുക്ക് അന്വേഷിക്കാം. ഫുൾ ഡീറ്റെയിൽസ് നാളെ കിട്ടണം. ആർക്കൊരു സംശയം തോന്നരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്. ആദ്യം ഫോൺ കട്ട് ചെയ്ത് മുകളിലേക്ക് കയറി. ആമിയുടെ ഉറക്കമെല്ലാം പോയി. സച്ചിനെ പറ്റി എന്തിനായിരിക്കും ചോദിച്ചത്? ഇനി ആ ഡ്രഗ്സ് കേസിൻ്റെ പിന്നിൽ അയാളായിരിക്കുമോ? അതുകൊണ്ടാണോ ഇന്ന് സൂരജ് അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ ഇന്നവിടെ നടന്നത് ആദ്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ആമിയുടെ ഉള്ളിൽ ഒരുപാട് ചോദിച്ചിഹ്നങ്ങൾ കയറിക്കൂടി. ഫോൺ എടുത്ത് മിലയെ വിളിച്ചു. ഫോൺ എടുക്കാതെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. ഒന്നുകൂടെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ആമി ഡോർ മെല്ലെ ലോക്കാക്കി. എന്നതാടി പാതിരാത്രിക്ക്? ഉറക്കച്ചടവോടെ മിലി ചോദിച്ചു. ഇടി, ഇന്ന് ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചു. അതോർത്തെനിക്ക് ടെൻഷനാവുന്നു. എന്ത്? സച്ചിനെ അറിയോന്ന്? ആമി ചോദിച്ച കേട്ട് മിലി ഞെട്ടി ഉണർന്നു. ഇന്ന് നടന്ന ആദ്യമായിട്ടിനെ അറിഞ്ഞോ? അറിയില്ല, എന്തോ ഡ്രഗ്സ് കേസിൻ്റെ പുറകെയാണ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നിനക്ക് സച്ചിനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു. നിനക്ക് ആദ്യമായിട്ടോട് കാര്യം പറഞ്ഞുകൂടായിരുന്നു? എന്നാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്ന് ഏട്ടൻ നോക്കില്ലേ? ഇതിപ്പോൾ ഞാനും വിചാരിച്ചതാണെണ്ടി പറയാൻ. പക്ഷെ ഒരു പേടി. ഇപ്പോൾ ആ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നെന്ന് വിശ്വസിക്കാം. ആദ്യമായിട്ടെൻ്റെ സ്വഭാവം വെച്ച് വേറെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ പ്രശ്നം ഒന്നുകൂടി വലുതാവും. അതോർത്തപ്പോൾ വേണ്ടതെന്ന് തോന്നി. ആമി പറഞ്ഞു കേട്ട് മിലി ശരിയാണെന്ന് മറുപടി പറഞ്ഞു. ഞാൻ ഇപ്പോൾ നിന്നെ വിളിച്ച് എന്തിനാന്ന് വെച്ചാൽ ആൽബിച്ചൻ ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ വലിയ അടുപ്പമൊന്നുമില്ല എന്ന് പറയണം. ആമി പറഞ്ഞു കേട്ട് നിൽക്കുമ്പോഴാണ് ഡോറിന് ആരോ മുട്ടുന്നത്. ഡി, നീ കിടന്നു, ആദ്യമായിട്ടും വിളിക്കുന്നുണ്ട്. ആമി ഫോൺ കട്ട് ചെയ്ത് വാതിൽ തുറന്നു. നീ എന്തിനാ ലോക്ക് ചെയ്ത്? ഉറങ്ങുമ്പോൾ ലോക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞതല്ലേ? ആദ്യം ഗൗരവത്തോടെ പറഞ്ഞു. അത് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ലോക്കാക്കിയതാ. ആമി വായിൽ വന്ന് പറഞ്ഞു. ഓ, അതാണോ? എന്നാൽ ശരി. ആദ്യം അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ആമി നെഞ്ചിൽ കൈവച്ച് ഒന്ന് ശ്വാസം വിട്ടു. രാവിലെ പതിവ് പോലെ ആമി എഴുന്നേറ്റ് കുളി കഴിഞ്ഞു. പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് അടുക്കളയിലേക്ക് നടന്നു. ആമി വേഗം ഫോണെടുത്ത് യൂട്യൂബ് തുറന്നു. കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ മുന്നിൽ വെച്ച് അവൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. സംഭവം ഏറെക്കുറെ മനസ്സിലായില്ലെങ്കിലും ഏതാണ്ടൊക്കെ മനസ്സിലായതും കൊണ്ട് അവൾ ഓരോന്ന് ചെയ്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വീട്ടിലെ അമ്മച്ചി പറഞ്ഞു കേട്ട് ആമി മേലോട്ട് നോക്കി. ഈ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ എത്രയാണ്? നഖം കടിച്ചുകൊണ്ട് ആരോടൊന്നില്ലാതെ അവൾ ചോദിച്ചു. പുറകിൽ നിന്ന് അടക്കി പിടിച്ച ചിരി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് വാതിൽപ്പടിയിൽ ചാരി നിന്ന് നോക്കി നിൽക്കുന്ന ആദ്യയെ കാണുന്നത്. താൻ ചോദിച്ചത് അവൻ കേട്ടെന്ന് തോന്നിയപ്പോൾ അവൾക്കുള്ളിൽ ഒരു ചമ്മൽ വന്നു. ആമി അവനെ നോക്കി വെളുക്കിനെന്ന് ചിരിച്ചു. ആദ്യം ഒന്നും പറയാതെ അവളുടെ പുറകിൽ വന്ന് നിന്നു. അവളുടെ കയ്യിൽ നിന്ന് ഉപ്പിന്റെ പാത്രം എടുത്ത് കൈകൊണ്ട് കുറച്ച് നുള്ളി എടുത്ത് അതിലേക്ക് ഇട്ടു. നമ്മുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ നോക്കി ചമ്മിയെ ചിരിച്ചു. ഇന്ന് പട്ടിണിയാണോ എന്തോ? ആദ്യം മേലോട്ട് നോക്കി കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു. ആമി ഒന്നും പറയാതെ ചിരിച്ചു നിൽക്കുമ്പോഴാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായത്. പെട്ടെന്ന് അവളെ മുഖം മാറി. ആദ്യം നോക്കുമ്പോൾ അവൻ വാതിൽ കടന്ന് അകത്തേക്ക് പോകുന്നത് കണ്ടു. ആമി അവന്റെ പുറകെ ചെന്നു. അതെ, ഗൗരവത്തോടുള്ള ആമിയുടെ സ്വരം കേട്ട് ആദ്യം തിരിഞ്ഞു നോക്കി. എന്നിട്ട് എന്തേന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു. എനിക്ക് തീരെ പാചകം ചെയ്യാൻ അറിയില്ല എന്ന് കരുതിയോ? അത് നിങ്ങളുടെ വെറും തോന്നലാണ്. ഇന്നുണ്ടാക്കിയതൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇന്ദുമ്മയുടെ അടുത്ത് ട്യൂഷന് പോയതാ. പിന്നെ ഇത്തിരി സംശയം തോന്നിയത് കൊണ്ട് ആണ് ആ യൂട്യൂബ് നോക്കിയത്, അല്ല എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ആമി കയ്യിലെ തവി അവൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ട്യൂഷൻ ടീച്ചർ പറഞ്ഞു തന്നില്ലേ ആവശ്യത്തിന് ഉപ്പ് എത്രയാണെന്ന്? ആദ്യം കൈ കെട്ടി അവളെ നോക്കി ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം, നിങ്ങൾക്കറിയുമെന്ന് ഞാൻ ഒന്ന് പരീക്ഷിച്ചതാ. ആമി ആദ്യം നിന്ന പോലെ തന്നെ കൈ കെട്ടിയെന്നു. വീഴാനും 4 കാലിൽ തന്നെ വീണട്ടോ. ആദ്യം അവളെ നോക്കി പറഞ്ഞു കേട്ട് അവൾക്ക് ദേഷ്യം വന്നു.
ഞാൻ 4 കാലിലോ അല്ലെങ്കിൽ 5 കാലിലോ. എന്താ ഇവിടെ അടിയാണോ? ഇടുപ്പിൽ കൈകുത്തി ആദ്യം നോക്കി പറയുമ്പോഴാണ് ഉമ്മറവാതിൽ കിടന്ന് മാർട്ടിൻ കടന്നു വന്നുകൊണ്ട് ചോദിച്ചത്. ആമി ഇടുപ്പിൽ നിന്ന് കൈ നേരാക്കി അയാളെ നോക്കി ഇളിച്ചു. അടിയൊന്നല്ല സാർ, ഞങ്ങൾ വെറുതെ. ആദ്യം അയാളെ നോക്കി ചമ്മൽ മറച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ചമ്മണ്ട, ഇതൊക്കെ എല്ലാ വീട്ടിലെ അവസ്ഥയാണ്. ആദ്യയുടെ കയ്യിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവനൊന്ന് ചിരിച്ചു. എന്താ ഒരു മണം? ആമി മൂക്കുകൊണ്ട് ശ്വാസം വലിച്ചെടുത്ത് വിട്ടതും നോക്കിക്കൊണ്ട് പറഞ്ഞു. അടുപ്പത്തുള്ള പോയി നോക്കുവരിപ്പ്. ആദ്യം പറഞ്ഞു കേട്ട് ആമി തലയിൽ കൈവച്ച് അടുക്കളയിലേക്ക് ഓടി. സാറ് വെറുതെ വന്നതാണോ? അവളുടെ നോട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് മാട്ടിനെ നോക്കി ചോദിച്ചു. ആ, ഒന്ന് നടക്കാനിറങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് കയറാമെന്ന് കരുതി. ഇന്നലെ രാത്രി താൻ അവിടെ വന്നിട്ടൊന്നും പറയാതെ പോയില്ലേ? അയ്യോ, അത് നേരെ വൈകിയിരുന്നു. ആമിയാണെങ്കിൽ ഉറക്കം വന്ന് വീഴാനും തുടങ്ങി. അതുകൊണ്ട് വേഗം പോന്നതാ. ഞാൻ ഇറങ്ങാണ്, തൻ്റെ പണി നടക്കട്ടെ. മാർട്ടിൻ പോയി കഴിഞ്ഞതും ആദ്യം അടുക്കളയിലേക്ക് നടന്നു. പാത്രത്തിലേക്ക് ദയനീയമായി നോക്കി നിൽക്കുന്ന ആമിയെ കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. തീ കുറച്ച് വെച്ചില്ലായിരുന്നു? ആദ്യം ചിരി കടിച്ചു പിടിച്ചു വെച്ച് ചോദിച്ചു. അവളില്ല എന്ന് തലയാട്ടി. നിങ്ങളത് കരിനാക്കാണോ? ആമി തിരിഞ്ഞ് അവനോട് ചോദിച്ചു കേട്ട് അവൻ അവളെ സംശയത്തോടെ നോക്കി. അല്ല, ഇന്ന് പട്ടിണിയാവുമെന്ന് ചോദിച്ചില്ലേ? പട്ടിണിയായി. ആമി പാത്രം അടിച്ചു വെച്ച് അകത്തേക്ക് പോയി. ആദ്യം കുളിക്കാനായി അവൻ്റെ മുറിയിലേക്കും. തായയുടെയും മിലിയുടെയും ശബ്ദം കേട്ടപ്പോൾ ആദ്യം ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ പൊക്കോ, ഞാൻ അവളെ കൊണ്ട് വന്നോളാം. ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ആദ്യം പറയുന്നത് കേട്ട് രണ്ടുപേരും മുഖത്തോടും മുഖം നോക്കി. പേടിക്കണ്ട, അവൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തും. പോരെ? എന്നാ മതി. മിലി അത് പറഞ്ഞ് ആബിനെയും കൂട്ടി നടന്നു. ആമി വേഗം ബാഗ് എടുത്ത് താഴേക്ക് വരുമ്പോൾ മിലിയെയും ആബിയെയും കാണാനില്ല. അവർ പോയി. നീ വാതിൽ പൂട്ടി ചാവി അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു വാ. ആദ്യം ഷൂട്ട് കൊണ്ട് പറഞ്ഞു. അവരെന്താ പോയി? നീ ഞാൻ പറഞ്ഞു ചെയ്യ്. ആദ്യ ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് ആമി വേഗം വാതിൽ പൂട്ടി ചാവി കൊണ്ട് കൊടുത്ത് ആദ്യയുടെ കാറിൽ കയറി. കാർ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തി. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ആമി ആദ്യ കോളേജിൻ്റെ മുന്നിൽ കൊണ്ട് വിട്ടു. സത്യം പറയടി, നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയതാ? ആമി ബെഞ്ചിൽ ഇരുന്നപ്പോഴേക്കും മിലിയുടെ ചോദ്യം എത്തി. ആര് രണ്ടാളും? ആമി സംശയത്തോട് ചോദിച്ചു. നീ ഉരുണ്ട് കളിക്കില്ലേ? മര്യാദയ്ക്ക് പറഞ്ഞു. ആദ്യമായിട്ട് ഞങ്ങളോട് പൊക്കോളം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വേറെ എവിടേക്കും പോകാനുണ്ടെന്ന് പറഞ്ഞു. ആദ്യം രണ്ടുപേരെയും പറഞ്ഞയച്ചതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. ആമി എന്നിട്ട് ഇന്നത്തെ പരീക്ഷണവും ആദ്യയുടെ സംസാരവും അവസാനം കറി അടുപ്പിൽ വെച്ചതും ആദ്യ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുത്തൊക്കെ പറഞ്ഞു. ഓ, അപ്പോൾ അതാണ് കാര്യം. ഞാൻ കരുതി നിങ്ങൾ സെറ്റായി എന്നിട്ട് കറങ്ങാൻ പോയതാണെന്ന്. മിലി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിലിരുന്ന് ജ്യൂസ് കുടിക്കാണ് 4 പേരും. ചാച്ചൻ ഒരുപാട് മാറി. ഇപ്പോൾ വീട്ടിൽ വരുന്നത് വളരെ കുറവാണ്. സ്റ്റേഷനിൽ വന്ന നാട്ടിലെ ഒരു യുവജന ക്ലബ്ബുണ്ട്, അവിടെയാണ് ഫുൾ ടൈം. സംസാരിക്കുന്നതൊക്കെ കുറഞ്ഞു. അമ്മ ഫുൾ ടെൻഷനിലാണ്. ആദ്യത്തെ പോലെ എന്നോട് അടിയിടാനോ ചൊറിയാനോ ഒന്നും വരില്ല. മിലി സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ട് ആമിയുടെ മുഖം വാടി. ആമി പവിയെ നോക്കി. അതേസമയം പവി ആമിയെയും. എൻ്റെ പൊന്നു മിലി, ഇതിനൊക്കെ തന്നെയല്ലേ നമ്മൾ ഇത്രയും കാട്ടിക്കൂട്ടിയത്? ഒന്നിനെ പഴയ പോലെ ആക്കിയതേ ഉള്ളൂ. അപ്പോഴേക്കും നീ തുടങ്ങല്ലേ? ആമി മിലിയെ നോക്കി ദയനീയമായി പറഞ്ഞു. എനിക്ക് ഉറപ്പാ, ചാച്ചൻ വൈകാതെ അവൾ ഇഷ്ടമാണെന്ന് പറയും. മിലി പറഞ്ഞത് കേട്ടതും ആമിയുടെ മുഖം വിടർന്നു. ആമിയാണെങ്കിൽ അത് കണ്ട് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോഴാണ് എതിരെ വരുന്ന സൂര്യയെ കാണുന്നത്. ആമിയെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. ആമി ഒരു മങ്ങിയ പുഞ്ചിരി തിരിച്ച് സമ്മാനിച്ചു. അത് കണ്ടപ്പോൾ സൂര്യയുടെ ഉള്ളിൽ അതിയായ സന്തോഷം തോന്നി. അവൾ വേഗം ആമിയുടെ അടുത്തേക്ക് വന്നിരുന്നു. ആമി, എനിക്ക് വെച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് വരൂ. സൂര്യ ചോദിക്കുന്ന കേട്ട് ആമി എന്തു പറയണം എന്ന് ആയിപ്പോയി. അവസാനം അവൾ സമ്മതിച്ചു. രണ്ടുപേരും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറിയെന്നു. ആമി, ഞാൻ ചെയ്ത തെറ്റ് തന്നെ. ഒരു വാക്ക് പറയാതെ പോയത് ശരിയായില്ല എന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അപ്പോൾ ഞങ്ങളുടെ സാഹചര്യം അതായിരുന്നു. അച്ഛൻ ബ്ലേഡുകാരോട് വാങ്ങിയ കടം ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് വട്ടം വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. പിന്നെ ഭീഷണിയായി. അവസാനം ആരും അറിയാതെ ആ നാട് വിട്ടു പോവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പം ഏട്ടൻ്റെ കഷ്ടപ്പാട് കൊണ്ട് നല്ല രീതിയിൽ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന് ഫോൺ ചെയ്യാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് നീ അന്ന് ചോദിച്ചില്ലേ? ഞാൻ എന്തു പറഞ്ഞായിരുന്നു വിളിക്കേണ്ടത്? എല്ലാം ഒരു കരക്കിലെത്തിയിട്ട് നിന്നെ വന്ന് കാണുമെന്ന് വിചാരിച്ചതാ. പക്ഷേ അപ്പോഴേക്കും നീ എങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നോട് ക്ഷമിക്കുക. കാണുമ്പോൾ ഇങ്ങനെ മുഖം തിരിച്ചു പോവല്ലേ. സൂര്യൻ നിറഞ്ഞ കണ്ണുകളോട് അവളെ നോക്കി പറയുമ്പോൾ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആമി സൂര്യയെ കെട്ടിപ്പിടിച്ചു. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത്തിരി പിണക്കൊക്കെ ഉണ്ട്. അത് നീ എന്നെ ഇതുവരെ അന്വേഷിച്ച് വരാത്തത് കൊണ്ടായിരുന്നു. ഇനി മുന്നോട്ടും നീ എൻ്റെ നല്ലൊരു ഫ്രണ്ട്സ് ആയിരിക്കും. ആമി അവളിൽ നിന്ന് അകന്നുകൊണ്ട് പറഞ്ഞു. സൂര്യൻ നിറഞ്ഞ കണ്ണുകൾ തുടിച്ച് പുഞ്ചിരിച്ചു. ഏട്ടന് നിന്നെ വേണ്ട, ഞാൻ പറഞ്ഞു നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന്.
അതിൽ കടന്ന് യാതൊരു ബന്ധവും വേണ്ട. അതെല്ലാം അടങ്ങിയ അധ്യായമാണ്. തുറന്നു നോക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ആ ഒരു സംഭവം തുന്നിച്ചേർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആമി അവളിൽ നിന്നും മുഖം മാറ്റി. നിനക്ക് എൻ്റെ ഏട്ടനോട് വെറുപ്പുണ്ടോ? നിന്റെ ഏട്ടനെ ഇന്ന് വരെ വെറുത്തിട്ടും ശപിച്ചിട്ടുമില്ല. ഇനി അയാളെ സ്നേഹിക്കാൻ ഈ ജന്മം എനിക്ക് സാധിക്കുകയില്ല. കാരണം ഞാനിന്ന് ആമി എന്തോ പറയാമെന്നതും പെട്ടെന്ന് നിർത്തി. എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. നിനക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമായതുകൊണ്ടാണോ? ആരെങ്കിലും നീ പ്രണയിക്കുന്നുണ്ടോ? സൂര്യ ചോദിക്കുന്ന കേട്ട് ആമി എന്ത് പറയണമെന്ന് അറിയാൻ നിന്നു. പ്രണയം അറിയില്ല, പക്ഷെ ഒന്നുണ്ട്, അയാൾ എനിക്ക് ആരൊക്കെയാണ്? ആമി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം 1000 മാപ്പ് പറഞ്ഞാലും ആദ്യം തന്നതിനേക്കാൾ 100 ഇട്ട് സ്നേഹിച്ചാലും ആ വിശ്വാസം പിന്നെ തിരിച്ചു കിട്ടില്ല. ആമി അത് പറഞ്ഞ് ആബിയുടെയും മിലിയുടെയും അടുത്തേക്ക് നടന്നു. വൈകുന്നേരം 4 പേര് ഇറങ്ങുമ്പോഴാണ് മിലിയുടെ ഫോൺ ബെല്ലടിച്ചത്. ആ അമ്മേ, ഞാൻ ഇതാ ഇറങ്ങുന്നേ ഉള്ളൂ. ആന്നോ? എന്നാൽ ഞാൻ അവിടേക്ക് വരാം. മിലി അത്രയും മാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അമ്മയും അപ്പയും ആബിയുടെ വീട്ടിലാണ് പോലും. എന്നോട് അവിടേക്ക് ചെല്ലാൻ മിലി പറഞ്ഞു കേട്ട് ആബി അവളെ നോക്കി. ഇപ്പം എന്നെ ഇത്ര പ്രത്യേകിച്ച്? അമ്മച്ചി ഒരുപാടായി കണ്ടിട്ട് ഒന്ന് പോകണം എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അതായിരിക്കും. മിലി അത് പറഞ്ഞപ്പോൾ ആബി തലയാട്ടി. ഭാവി അവളുടെ റൂട്ടിലേക്കുള്ള ബസ്സിലും ബാക്കി 3 പേരും വേറെ ബസ്സിലും കയറി. വീടിൻ്റെ മുന്നിൽ തന്നെ മിലിയുടെ അപ്പൻ്റെ കാറുണ്ടായിരുന്നു. ആമി ചാവി വാങ്ങി വീട്ടിലേക്ക് പോകാൻ നിന്നെങ്കിലും മിലിയും ആബിയും പിടിച്ച് പിടിയാൽ അകത്തേക്ക് കയറ്റി. ആളിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. മാർട്ടിൻ ജേക്കബിനോട് എന്തോ കാര്യം സംസാരിച്ചിരിക്കുകയാണ്. അവരെ കണ്ടതും എല്ലാവരും ചിരിച്ചു. ഞാൻ ഇച്ചാനോടൊരു കാര്യം പറയാൻ വന്നതാണ്. ആലിസ് മാർട്ടിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്നാ പറ്റിയടി? മാർട്ടിൻ ആലിസിനെ നോക്കി ചോദിച്ചു. ആൽബിയുടെ കാര്യം പറയാൻ തന്നെയാണ് വന്നത്. ചെക്കനിപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട്. ഊണുമില്ല, ഉറക്കവുമില്ല, വീടുമില്ല. എന്ത് ചോദിച്ചാലും ചാടിക്കടിക്കാൻ വരും. ഞങ്ങൾ 2 പേരും മാറി മാറി ചോദിച്ചിട്ടും ഇത് തന്നെയാണ് അവസ്ഥ. എൻ്റെ പൊന്നാലിസേ, ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. കത്രീൻ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. ഫുഡ് കണ്ട എന്നിട്ട് പോവാത്തവളാണ് ഇവള്. എന്നിട്ടിപ്പോൾ നേരെ ചൊവ്വ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് 2 ദിവസമായി. കത്രീൻ ആബിയെ നോക്കി പറയുന്നത് കേട്ട് അവൾ തല താഴ്ത്തി. ഈ പിള്ളേർക്ക് ഇത് എന്നാ പറ്റി? എൻ്റെ കർത്താവേ, ഇച്ചായൻ ചോദിച്ചാൽ അവന് പറയും. അല്ലെങ്കിലും അവന് ഞങ്ങളെക്കാൾ വലുതാണല്ലോ ഇച്ചായൻ. ആലിസ് പറഞ്ഞു കേട്ട് മാർട്ടിൻ തലയാട്ടി. ഞാൻ ചോദിച്ചു നോക്കാം. ആലിസിനുള്ള മറുപടിയായി പറഞ്ഞാണെങ്കിലും പറഞ്ഞത് ആബിയെ നോക്കിക്കൊണ്ടാണ്. ആബിയും മിലിയും വേഗം മുകളിലേക്ക് പോയി. ചാവി വാങ്ങി ആമി വീട്ടിലേക്ക് പോയി. രാത്രി നേരത്തെ തന്നെ ആദ്യം എത്തിയിരുന്നു. 2 പേരും ഒരുമിച്ച് നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കിയതെല്ലാം. ഇന്നെൻ്റെ ഒരു പഴയ ഫ്രണ്ട്സിനെ കണ്ട ആദ്യേട്ടാ. പേര് സൂര്യ. ഞങ്ങൾ ആദ്യമെല്ലാം ഒരുമിച്ചായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവൾ പോയി. പിന്നെ എവിടെ വെച്ചാണ് കാണുന്നത്? രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ആമി ആദിയോട് സംസാരിക്കുകയായിരുന്നു. ആദ്യം അതിനെല്ലാം മൂളിക്കൊടുക്കുന്നുണ്ട്. ആമി സൂര്യയോട് അടുക്കുന്ന പോലെ സൂരജിനോട് അടുക്കുമോ എന്ന് അവനൊരു ഭയമുണ്ടായിരുന്നു. ആമിയാണെങ്കിൽ സൂര്യ എന്ന് പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു. പക്ഷെ സൂരജിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. അത് കേൾക്കാതെ വന്നപ്പോൾ ആദിയിലും ഇത്തിരി ആശ്വാസമുണ്ടായിരുന്നു. പണിയെല്ലാം ഒതുക്കി 2 പേരും മുറിയിലേക്ക് ചേക്കേറി. രാത്രി ഉറക്കം വരാതെ ടേബിളിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ആബി. പെട്ടെന്ന് അവളുടെ തോളിൽ കൈ പതിഞ്ഞു. തലയുയർത്തി നോക്കുമ്പോഴാണ് മാർട്ടിൻ ചെറുപുഞ്ചിരിയാലെ നിൽക്കുന്നത് കണ്ടത്. അവൾ കണ്ണുകൾ തുടച്ചു അയാളെ നോക്കി ചിരിച്ചു. എന്തേ, നീ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആബി പറഞ്ഞു കേട്ട് അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി. അപ്പൻ്റെ മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? മാർട്ടിൻ ചോദിക്കുന്ന കേട്ട് അവളൊന്നുമില്ല എന്ന് തലയാട്ടി. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മക്കൾ എല്ലാ കാര്യത്തിലും അപ്പൻ കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. എന്ത് കാര്യം സാധിച്ചു തന്നിട്ടുള്ളൂ. പിന്നെ എന്നാത്തിനാ നീ എന്നിൽ നിന്ന് ഓരോന്ന് വിളിപ്പിക്കുന്നത്? മോൾ ആൽബിയുമായി വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ?